ഇതിപ്പോൾ മറ്റേ മലേഷ്യ റെഡാണ്, മനസ്സിലായ? ഇതിപ്പോൾ നമുക്ക് മഞ്ഞയിലേക്ക് വേണമെങ്കിൽ ഈ റെഡിൻ്റെ പൂപ്പൊടി എടുത്തിട്ട് മഞ്ഞൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ മഞ്ഞ ഒന്നും കൂടി കായ് വലിപ്പം വെക്കും. അപ്പോൾ അതിന് ക്രോസ് പോളിനേഷൻ എന്നാണ് പറയുക. പക്ഷെ മഞ്ഞപ്പം നമ്മളിട്ട് പൂ ഇട്ടിട്ടില്ല, അത് ഫുള്ള് മലേഷ്യ റെഡാണ്. ഓക്കെ, ഇത് അത് ആൺപൂവാണ് ഈ കിടക്കുന്നത്. ഇത് ഫുള്ളായിട്ട് ആൺപൂവാണ്, ഇത് പെൺപൂവാണ്. അപ്പോൾ അതിന് പൂമ്പൊടി നമ്മൾ സ്പൂണിലേക്ക് ആക്കും. ഇതുണ്ടാ മഞ്ഞ കളർ ഉണ്ടോ? ഇതിനെ നേരെ ഈ പെൺപൂവിൽ കൊണ്ടുപോയിട്ട് നമ്മൾ ഇങ്ങനെ വിക്ഷേപിക്കും. എന്നിട്ട് ഇങ്ങനെ 2 തട്ടട്ടി കൊടുത്താൽ അത് താഴോട്ട് ഇറങ്ങിപ്പോകും. അപ്പം അത് അതിൻ്റെ പോളിനേഷൻ കഴിഞ്ഞു. ഇതവിടെ ഒന്നും കൂടി ഉണ്ട്. ഇതും അതന്നെ നമ്മൾ ചെയ്യുന്നത്. ആൺപൂവിൽ നിന്ന് നമ്മളിങ്ങനെ പൊടിയെടുക്കും. ഞാൻ കാണിച്ചു തരാം. എന്താ പൊടി? പൂമ്പൊടിയാണ്. ഇനി നേരെ അത് നമ്മൾ പെൺപൂവിൽ വിക്ഷേപിക്കും. പിന്നെ ഈ രാത്രി പറയുന്ന നിശാശലഭങ്ങൾ ഉണ്ടാവും എന്നുള്ളത് അവരും ഇത് പോളിനേഷൻ നടത്തുന്നുണ്ട്. പക്ഷേ മഴ ആകുമ്പോൾ പൂമ്പൊടിയൊക്കെ പോവും. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മളിങ്ങനെ പോളിനേഷൻ ചെയ്താലൊരു ഗുണം എന്താ വെച്ചാൽ കായ നല്ല വലിപ്പം വെക്കും. അത് കണ്ട നല്ല വലുതാവും. അത് ഞാൻ പോളിനേഷൻ നടക്കാത്ത കായാണിത്. ഇത് പൂ വിരിഞ്ഞ സമയത്ത് മഴ ആയതുകൊണ്ട് പോളിനേഷൻ നടന്നില്ല. എന്തായാലും കായ പിടിക്കും, പക്ഷെ അതേപോലെ ചെറിയ ചള്ളുകായ് എന്നാണ് പറയുന്നത്. ഇത് ചെറിയ കായാണ്. ഇതൊക്കെ നമ്മൾ പോളിനേഷൻ ചെയ്ത കായ. അതിൻ്റെയൊക്കെ വലിപ്പം കണ്ട അതിൻ്റെ ഉള്ളിലതാ പോളിനേഷൻ നടക്കാത്തത്. ഇത് നമുക്ക് അറിയുന്ന നമ്മൾ പോളിനേഷൻ അന്ന് മഴയായിരുന്നു, അതുകൊണ്ട് അത് ചെറിയ കായ, അത് ചെറിയ കായ, ഇത് ചെറിയ കായ. അല്ല വളത്തിൻ്റെ കുറവല്ല, ബാക്കിയൊക്കെ നല്ല വലിയ കായകളാണ്. പൂമ്പൊടി പാർണണ്ട നല്ല പൂമ്പൊടി ഉണ്ടാവും. ഇങ്ങനെ തട്ടി കൊടുത്താൽ ഉഷാറായി.